അദ്ദേഹത്തിന് സീരിയസായ കഥാപാത്രം കൊടുക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷം എന്നോട് പ്രകടിപ്പിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്ക് സീരിയസായ കഥാപാത്രം ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ആരുമില്ല അഗതി എനിക്കൊരു ആധിയും മഹാവ്യാധിയും. ശംഖ് വിളിക്കുന്ന മാളയാ. ആ ശംഖ് വിളിക്കുന്ന മാളയാ. ആ ഗ്യാപ്പിൽ ഹരഹരോ ഹരഹര എന്ന് പറയുമ്പോൾ ശംഖ്. മാളാരവിന്ദനന്ന് 30 രൂപയാണ് റിമക്ഷൻ കൊടുത്തിരുന്നത്. എല്ലാവർക്കും ദാരിദ്ര്യമൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലമാണല്ലോ. അപ്പോൾ മാളാരവിന്ദനോട് കാലടി കൂടി പറഞ്ഞു, എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങനെ 6ാമത്തെ നാടകം ഫ്രീ ആണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല കാര്യമാണ്, അത് വേണ്ടതാണ്. പക്ഷെ 6ാമത്തെ നാടകത്തിന് ഞാൻ വരില്ല, പിന്നെ 1ാമത്തെ ഇടം പോലെയും വരുള്ളൂ എന്ന് പറഞ്ഞു. സ്വന്തം പേരിനേക്കാൾ ജന്മനാടിന്റെ പേരിൽ പ്രശസ്തരായ പ്രതിഭകൾക്കിടയിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സിനിമാക്കാരൻ. മാള എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും മദ്രാശിയിലെ വെള്ളി വെളിച്ചത്തിലേക്ക് അയാൾ എന്ന കലാകാരനെ എടുത്തുയർത്തിയത്, ഉയർ നൽകിയത് നാടകം തന്നെയായിരുന്നു. പാട്ടും കൊട്ടും ഒപ്പം എന്തിനും ഒരു കൈ നോക്കാമെന്ന തനി തൃശൂർ കലാകാരന്റെ ആത്മവിശ്വാസവും ചേർത്തുവെച്ച് നാടകലോകത്തെ ആ ചെറുപ്പക്കാരന് ആദ്യ ഇടം തബലക്കരികിലായിരുന്നു. ഓരോ രംഗത്തിന്റെയും രസക്കൂട്ടുകൾക്കനുസരിച്ചുള്ള താളപ്പെരുക്കം അറിയുന്നവന് അഭിനയതാളം തേടിപ്പിടിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. തനിക്ക് എളുപ്പം വരുതിയിലാക്കാൻ പറ്റുന്ന രസം ഹാസ്യത്തിലാണെന്ന് കണ്ടെത്തിയ അരവിന്ദൻ എന്ന ആ മനുഷ്യന്റെ ചിരിക്കാഴ്ചകൾക്ക് അരങ്ങും തുടർന്ന് അഭ്രപാളിയും കൈയടിച്ചു. കോമഡിക്കൊപ്പം ക്യാരക്ടർ റോളുകളിലും ബെന്നിക്കൊടി പാറിച്ച 90കൾ. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ മാണിക്യ ശോഭയാർന്ന അഭിനയ ജീവിതം സ്വന്തമാക്കി നമുക്കരികിൽ നിന്നും വിട പറഞ്ഞ ഓർമ്മയിൽ എന്നും മാള അരവിന്ദൻ. എന്റെ ഈ ഇടതുകാലിന്റെ ഐശ്വര്യം കൊണ്ട് ഈശ്വര ഈ വർഷം തന്നെ സ്വാമിയെ കുത്തുവാള എടുപ്പിക്കണേ. എന്നെ കണ്ടക്ടറാക്കുന്നത് കൂടോത്രക്കാരനെ ചക്രവാണി തൻ വാക്യ. ഒരു 10 രൂപ ഗുരുദക്ഷിണായിട്ട് ഞാൻ ഇപ്പൊ തരാ. നീലനിലാവേ നീ കേഴുകയാണോ നീറുകയാണോ? ഞാനും തന്റെ പാർട്ടിപ്പെട്ട സകല ഡൂപ്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി. ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് തരും, സമ്മതിച്ചില്ലെങ്കിൽ ഗിൽസാറിന്റെ മനസ്സിന്റെ വരും. നിങ്ങൾ 2 സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്? അതെ. അതിനുള്ള സോഴ്സ് എന്താണ്? ശേഖരൻ തമ്പി അങ്ങുന്ന് നാളെ കൊട്ടാരത്തിൽ നാളികേരം ഇടിച്ച് വസ്തു കൈവശാക്കാൻ പോണെന്ന് കേട്ടു. ഇഷ്ടം പോലെ കുഴിക്കാമല്ലോ. മാള അരവിന്ദൻ ചേട്ടന്റെ ഓർമ്മകളുമായി ഇന്ന് ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ ഈ ലക്കത്തിലേക്ക് ആദ്യം എത്തുന്നത് നിരവധി അനവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ്. പലപ്പോഴും സിനിമയും സിനിമയുടെ ക്യാമറകളും മുഖം തിരിച്ചു വെക്കുവാൻ മടി കാണിച്ച സമൂഹത്തിന്റെ നാനാ തുറകളിലേക്കും ക്യാമറ കണ്ണുകളെ എത്തിച്ച് പലരുടെയും ജീവിതങ്ങൾ അതുപോലെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് നമുക്കിടയിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടെ വെള്ളിത്തിരയിലൂടെ എത്തിച്ച ഒരു പ്രതിഭാധനനായ സംവിധായകൻ. ഏറെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ. താങ്ക് യു വെരി മച്ച്. സ്വാഗതം ഓർമ്മയിലെന്നും മാള അരവിന്ദൻ എന്ന ഈ ലക്കത്തിലേക്ക്. നമസ്കാരം. വിനയൻ സാറിനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, പൊതുവെ ഇന്റർവ്യൂകൾ ചാനൽ പരിപാടികൾക്കൊക്കെ ഞാനൊന്ന് മാറി നിൽക്കുകയാണ്, വിട്ടു നിൽക്കുകയാണ്, പലതിലും അങ്ങനെ മുഖം കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ്. പക്ഷേ ഈ എപ്പിസോഡ് മാള അരവിന്ദൻ ചേട്ടനെ കുറിച്ചുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു എപ്പിസോഡാണെങ്കിൽ ഇങ്ങനൊരു വിളി വന്നാൽ അത് നിരസിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താം എന്ന് അനുതാപപൂർവ്വം പറയുകയും എത്തുകയും ചെയ്തതാണ്. ഒരിക്കൽ കൂടി വന്നതിന് വളരെ നന്ദി സാർ. മാള എന്ന് നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് കോമഡി കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. മാള അരവിന്ദൻ എന്ന നടനെ ഒരു നർമ്മത്തിനപ്പുറം ആദ്യമായി ശ്രദ്ധിച്ചത് എപ്പോഴാണ്? സത്യത്തിൽ മാളച്ചേട്ടനെ എനിക്ക് എൻ്റെ SSLCയുടെ കാലഘട്ടമാണെന്ന് തോന്നുന്നു. 75-76 മാളച്ചേട്ടന് സൂര്യസോമയുടെ നിധി എന്ന് പറയുന്ന നാടകം.
അതിനകത്തൊരു വാര്യരെന്ന് പറയുന്ന കഥാപാത്രം എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് തൊട്ട് അത് കഴിഞ്ഞ് ഞാൻ സിനിമയിലൊക്കെ വരുന്ന എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ്. മാളച്ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് അഭിനയിക്കുന്ന, എന്താ പറയുക, വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കോമഡി നടൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് കഴിവുള്ള ഒരു നടനാണ് മാളച്ചേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പല ചിത്രങ്ങളിലും അത്തരം ക്യാരക്ടർ കൊടുത്തത്. അതുമാത്രമല്ല വിഷാരടി, ഈ വലിയ ഡിഗ്രി ഒന്നും എടുക്കാത്തൊരു മനുഷ്യനാണേലും സീരിയസ് ആയിട്ട് വായിക്കുന്ന, ഇതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു ചലച്ചിത്ര പ്രതിഭയായിരുന്നു പുള്ളി. ഈ നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ബാസി ബഹദൂർ കൂട്ടുകെട്ടിന് ശേഷം 70കളുടെ പകുതിയിൽ പപ്പുമാള ജഗതി എന്ന പേരിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങത്തക്ക രീതിയിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുകയും പുതിയ കോമഡി ട്രാക്കുകൾ മലയാളിക്ക് സമ്മാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവാണ്. ഇപ്പോൾ സാറ് പറയുമ്പോഴാണ് അദ്ദേഹം അഭിനയത്തെ എന്തുമാത്രം സീരിയസ് ആയി കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകാവുന്നത്. മാളച്ചേട്ടൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നീ എപ്പിസോഡിലൂടെ കേട്ടറിയാം. ഇരിക്കും സാർ. ഇപ്പൊ പറഞ്ഞ ഈ പപ്പുമാള ജഗതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലൂസ് അരപ്പിരി ലൂസ് എന്നോ മറ്റാണ് ആ സിനിമയുടെ പേര്. അതിന്റെ സബ് ടൈറ്റിലാണ് ഇവർ 3 പേരുടെയും പേര് വെച്ചത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ 5-6 പാട്ടുകൾ ഉണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം പാട്ടുകളും നായകനോ നായികയോ വളരെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് പാടാറുള്ളത്. അല്ലാത്ത പാട്ടുകളും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളപ്പിറവി ദിനമായാൽ ഇപ്പൊ റീൽസുകളിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന പാട്ടുകളിലൊന്നാണ് സഖ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ് എന്റെ കേരളം എന്നുള്ള പാട്ട്. അതിന്റെ വിഷ്വലിൽ ഒരു സിനിമയുടെ ടൈറ്റിലിൽ അഭിനയിച്ചിരിക്കുന്നത് മാളച്ചേട്ടനാണ്. അപ്പം സാർ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം, അതായത് മാളച്ചേട്ടൻ എന്ന ഹാസ്യ കലാകാരനപ്പുറമുള്ള നടനെ സാർ ഉപയോഗിക്കുന്നതിലുള്ള സന്തോഷം അദ്ദേഹം സാറിനോട് പങ്കുവച്ചിട്ടുണ്ടോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ 5-6 പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് സീരിയസ് ആയ കഥാപാത്രം കൊടുക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷം എന്നോട് പ്രകടിപ്പിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്ക് സീരിയസ് ആയ കഥാപാത്രം ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ഷരട്ട് ശ്രദ്ധിച്ചാണ് പുള്ളി ഇപ്പം കോമഡി അഭിനയിച്ചാലും പുള്ളി ശരീരം കൊണ്ട് മൊത്തം അഭിനയിക്കുന്ന ഒരാളാണ്, അല്ലാതെ ഡയലോഗ് മാത്രം ഡെലിവറി ചെയ്ത് നിൽക്കുന്ന ആളല്ല. വേറൊരു മീറ്റർ. അതെ. അപ്പൊ പുള്ളി പറയും എന്നോട് നമ്മളെ ഒരു എനിക്ക് തോന്നുന്നു 2001 ശേഷം പുള്ളി എപ്പോൾ എന്നെ ഫോൺ ചെയ്താലും വിളിക്കുന്നത് അഭിനയ ഞാൻ നീലനിലാവാണ് എന്നാണ് പറയുന്നത്. കാരണം ആ ഊമപ്പെണ്ണിലെ പാട്ടാണ്. അതും ഞാൻ അതിലേക്ക് മാത്രമല്ല, അത് സാർ എഴുതിയ പാട്ടും കൂടെയാണ്. അതെ നീലനില. അതിന്റെ ലിറിസിസ്റ്റ് വിനയൻ സാറാണ്. നീലനിലാവേ നീ കേഴുകയാണോ എന്ന് പറയുന്ന പാട്ടിൽ ഒരു അന്ധനായ തെരുവ് ഗായകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ചാന്ദൻ എന്ന് പറയുന്ന ചാന്ദൻ പുലയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് കരുമാടിക്കുട്ടനിൽ കൊടുത്തത്. അതെ. അപ്പോൾ അതിനകത്ത് ആ സഖ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ് എൻ്റെ കേരളം. എനിക്ക് അത് ആ വള്ളത്തിലൊക്കെ നടന്ന് ഒരു ഗിഞ്ചറയും കുട്ടി പാടുന്ന പാട്ടാണ്. അത് കൂടാതെ അതിനകത്ത് കൈകൊട്ടുപെണ്ണയിലും പുള്ളിക്ക് ഞാൻ ഉണ്ട്. ആശാൻ ചേട്ടന്റെ തപ്പ് വേണമെന്ന് പറയുന്നതിൽ ആശാൻ പാട്ടിലെ ലിറിക്കിൽ ഉൾപ്പെടുത്തിയ ക്യാരക്ടറാണ് മാളച്ചേട്ടൻ ക്യാരക്ടർ. ചാന്ദാനാശാൻ എന്നുള്ള ഈ കരുമാടിക്കുട്ടൻ്റെ ഏറ്റവും വലിയ, കരുമാടിക്കുട്ടനെ കളിയാക്കാത്ത, കരുമാടിക്കുട്ടനോട് സ്നേഹം കാണിക്കുന്ന ആ ഗ്രാമത്തിലെ ഒരാളാണ് പുള്ളി. അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ പാട്ട് ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. ഇന്നും ഒരു അനശ്വരമായ ഒരു ഗാനമായിട്ട് നമ്മൾ മാണച്ചേട്ടനെ ഓർക്കാനും ഒക്കെ ആയിട്ട് കാണും. 2001 ഊമപ്പെണ്ണിനൊരു ഏടാപ്പയ്യൻ റിലീസായതിന് ശേഷം എപ്പോൾ വിളിച്ചാലും പറയും ഞാൻ നീലനിലാവാണ്. പുള്ളിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ലിറിക്സ് പുള്ളി ഞാൻ എഴുതാന്ന് പറഞ്ഞപ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അത് ഫീലുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്ന് മാത്രമല്ല എനിക്കിപ്പോഴും അത് ജയസൂര്യയുടെ ആദ്യ പടമായിരുന്നു. അതെ, മനസ്സിലായി. അന്നത്തെ കാലത്തൊക്കെ ജയസൂര്യ എന്ന് പറയുന്നൊരു പുതിയ നടൻ വരുമ്പോഴൊക്കെ എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട്. അതിൻ്റെ മാളച്ചേട്ടൻ എന്ന് പറയുന്ന നടനപ്പുറമുള്ള ഒരു കലാകാരൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം. അത് ആ സിനിമ ഊട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഏതോ ഒരു ഷോട്ടിൽ കാവ്യമാധവനും ജയസൂര്യയും മാളച്ചേട്ടനും ആ സോങ് സീക്വൻസ് തന്നെയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. മാനിന്റെ മിഴിയുള്ള പറഞ്ഞൊരു പാട്ടും കൂടെ ഉണ്ട്. മാളച്ചേട്ടനുള്ളതുണ്ട്. ആ പാട്ട് വന്ന് ഞാൻ എഴുതിയ പാട്ടാണ്. അപ്പോൾ എന്നിട്ട് മാളച്ചേട്ടൻ ലൈറ്റ് പോയി. അപ്പം ജയസൂര്യയുടെ ഒരു റിയാക്ഷൻ, കാവ്യമായിട്ടുള്ളൊരു റിയാക്ഷൻ എടുത്തു. അപ്പം അതൊക്കെയാണ്. ലൈറ്റ് പോയി. ഞാൻ പറഞ്ഞു, ക്യാമറാമാനോട് ചോദിച്ചു ഓക്കെയാണോ. അപ്പം മാളച്ചേട്ടനോട് ചോദിച്ചു, ഇവർ ഓക്കെയാണ്. അപ്പോൾ എൻ്റെ മുഖം കണ്ട പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞേ, അത് ഞാൻ നിൻ്റെ മുഖം കണ്ടിട്ട് ഓക്കെ ആകുന്നില്ല, ലൈറ്റ് പോവുകയും ചെയ്തു, എനിക്കിന്ന് പോകണം, അതല്ലേ നീ. ഞാൻ പറഞ്ഞു ചേട്ടന് പോകണം, അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അല്ല ഒരു കാര്യം ചെയ്യും, എനിക്ക് ധൃതിയില്ല,
നാളെ ഞാൻ പൊക്കോളാം, ഒരു ദിവസം കൂടെ നിൽക്കാൻ നിൽക്കാം. മാത്രമല്ല പുള്ളി പറഞ്ഞ ഇതാണ്, നീ ഒരു ചലഞ്ചാണ് എടുത്തിരിക്കുന്നത്, ജയസൂര്യ കണക്കൊരു പുതിയ പയ്യനെ നീ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് വിജയിക്കണമെങ്കിൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യണ്ട. അപ്പം ഉത്പലായിരുന്നു ക്യാമറാമാൻ. ഉത്പൽ പറഞ്ഞു, ചേട്ടാ അത് ഈ ലൈറ്റ് നമുക്ക് മാച്ച് ചെയ്യണമെങ്കിൽ നാളെ ഉച്ച കഴിഞ്ഞെടുക്കാം നമുക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, നാളെ ഫുള്ളി ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പുതിയ ആളെ കൊണ്ടുവരുന്നതിൻ്റെ റിസ്ക്, അല്ലെങ്കിൽ ആ പടത്തിൻ്റെ സാധാരണ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന നായക നടന്മാരാണ് ആ പടത്തെപ്പറ്റി മൊത്തത്തിൽ. ഇത് എല്ലാ കാര്യത്തിലും പുള്ളി ഒരു പുള്ളിയുടേതായ കോൺട്രിബ്യൂഷൻ തരുന്ന ഒരാളായിരുന്നു. അല്ല, ഒരു സംവിധായകൻ അയാളുടെ സിനിമ പൂർത്തിയാക്കുന്നതിൽ ഒരു നടൻ അയാളോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ ഇതുപോലൊരു പുതിയ ആളേക്ക് വെച്ചൊരു പടം ചെയ്യുമ്പോൾ ഇത്ര വേണമെങ്കിൽ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഡയറക്ടർ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അവനവന്റെ കാര്യം നോക്കി പോകാവുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലേ? അതെ, അതൊക്കെ ചെറിയ ബഡ്ജറ്റുള്ള പടങ്ങളാണ്. അപ്പം മാളച്ചേട്ടൻ അന്ന് പോകണം പറഞ്ഞു, എൻ്റെ അടുത്ത് പോകണമെന്ന് 2-3 പ്രാവശ്യം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഈ ഊമയായ പയ്യൻ്റെ ഒരു മാനസിക അവസ്ഥ ജയസൂര്യ, പക്ഷെ ആ ഷോട്ട് പിന്നെ പിറ്റേ ദിവസം എടുത്താൽ കുറച്ചുകൂടെ നന്നായി കേട്ടോ. അത് വേറൊരു കാര്യം. ഞാനതിനകത്തൊന്ന് പഠിച്ചത്, നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും നമ്മുടെ മനസ്സിന് 101% തൃപ്തി വരാത്തൊരു ഷോട്ട് എടുക്കാൻ പാടില്ല എന്നുകൂടി പഠിച്ചത് മാളച്ചേട്ടൻ്റെ ഇതാണ്. കാരണം പുള്ളി എൻ്റെ മുഖം കണ്ടപ്പോൾ പുള്ളിക്കത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് തോന്നി. എന്നോട് പറഞ്ഞ് നീ അത് നിൻ്റെ രീതി വന്നിട്ടില്ല, നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞു നാളെ ഉച്ച കഴിഞ്ഞേ പറ്റത്തുള്ളൂ, ലൈറ്റ് അന്നേരമാണ്, ഔട്ട്ഡോർ ആണല്ലോ അവസാനം. അതെ. അപ്പോൾ അത് പറഞ്ഞ് നിൽക്കാമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ പടമൊക്കെ ഇപ്പം ഈ പറയുന്ന മാനിൻ്റെ മിഴിയുള്ള ആ പാട്ടെടുക്കുമ്പോഴൊക്കെ ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടനെയൊക്കെ ഈ നമ്മളിങ്ങനെ വരത്തില്ല, ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, നന്നായിട്ടുണ്ടാ ഇവിടെ ഇത് അസലായിട്ടുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനസ്സുണ്ട് പുള്ളിക്ക്. വലിയ സംഗീതത്തെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു പുള്ളിക്ക്. ഭയങ്കര പാട്ടുകളെ കുറിച്ച് പറയാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. വലിയ താളബോധമുള്ള ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഹ്യൂമർ ക്യാരക്ടറുകളാണ് അദ്ദേഹം ഏതോ ഒരു ഈ പ്രത്യേക രീതിയിൽ ചില നീട്ടലും കുറുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഞാനൊരു സിനിമ ടി വിയിൽ ഇങ്ങനെ ഒരു ദിവസം കാണുമ്പോൾ മാളച്ചേട്ടൻ വക്കീലായിട്ട് അഭിനയിക്കുകയാണ് ഒരു സിനിമയിൽ. വക്കീലായിട്ട് കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോടതി വാദിക്കുന്ന മാളച്ചേട്ടൻ ജഡ്ജിനോട് എന്തോ പറയുമ്പോൾ ജഡ്ജ് ഒന്നും ശ്രദ്ധിക്കില്ല. യുവർ ഓണർ എന്നിട്ട് ജഡ്ജിനോടാ പറയുന്നത്. സന്ദേശം സിനിമയിൽ ശ്രീനേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കളിയാ ചെയ്യുന്നത്? എനിക്ക് പറയും, ഇന്നലെ പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു, എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തോ വെച്ചിട്ട് ഒരു വാക്കും കൊണ്ടുപോയിട്ട് ഒരു വളവ് തിരിവുണ്ടാക്കിയിട്ട് ഒരു ഹ്യൂമർ ഉണ്ടാക്കുന്നൊരു. രമേശ് അതിശയം എന്നുള്ളൊരു പടത്തിൽ പുള്ളി അഭിനയിച്ചത് ഒരു ജഡ്ജി കൃഷ്ണമൂർത്തി ആയിട്ട് കോടതി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ അതിനകത്ത് ഒരു സീനുണ്ട്. പുള്ളി ഈ അന്യായമായൊരു വിധി പുറപ്പെടുവിക്കുക ജഡ്ജി. അതായത് പുള്ളിക്ക് അറിയാം അത് തെറ്റാണ് ചെയ്യുന്നത്, പക്ഷെ പുള്ളി അത് വേറെ ചില പ്രഷറിനൊക്കെ വഴങ്ങി ഈ അന്യായമായൊരു വിധി ഇരിക്കുമ്പോൾ അപ്പം അതിശയൻ പയ്യൻ ആ മേശപ്പുറത്തിരിപ്പുണ്ട്. അയാൾ ഇൻവിസിബിൾ ആണല്ലോ, അയാളെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഇവൻ ഓരോ തട്ടൊക്കെ തട്ടും. പറഞ്ഞ ഇത് പുള്ളിക്ക് കൊള്ളു. അപ്പോൾ പുള്ളിയുടെ ഫീല് ഇത് അന്യായമായതുകൊണ്ട് എന്തോ ഒരു ഈശ്വര ലെവലിൽ എന്തോ പണിയാണോ എന്ന് പുള്ളിക്ക് ഡൗട്ടുണ്ട്. പുള്ളിയുടെ റിയാക്ഷൻ ഉണ്ട്. പറഞ്ഞ മനസ്സിലായത് രാമമൂർത്തി. അപ്പൊ ഈ ചില ശബ്ദശകലങ്ങളിടും. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര രസമാണ്, നമ്മൾ ചിരിച്ചു പോകും. എനിക്ക് ആ ശബ്ദശകലം കിട്ടാഞ്ഞിട്ട് ഇത്ര ഉദാഹരണം പറഞ്ഞത്. പക്ഷെ അത് ഇപ്പോ ഇന്നസെന്റ് ഏട്ടൻ തൃശ്ശൂർക്കാരനാണ്, മണിച്ചേട്ടൻ തൃശ്ശൂർക്കാരനാണ്, മാളച്ചേട്ടൻ ചാലക്കുടി ഭാഗത്ത് മാളയിലാണ്. മണിച്ചേട്ടനും ഇന്നസെന്റ് ഏട്ടനും തൃശ്ശൂരിന്റെ ഒരു വലിയ സ്വാധീനം വർത്തമാനത്തിലുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ. മാളച്ചേട്ടൻ ഒരു തനി നാട്ടുമ്പുറത്തുകാരനും ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളും ആ ഗ്രാമത്തിന്റെ പേരിൽ പ്രശസ്തനായ ആളാണെങ്കിലും ഈ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഭാഷ വെച്ച് നമുക്ക് നാട് പിടിക്കാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം കൊച്ചുനാൾ തൊട്ട് നാടകത്തിൽ പോയി. നാടകത്തിൽ ഓരോ കഥാപാത്രവും ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെതായ ഇപ്പം തൃശ്ശൂർ സ്ലാങ് ഒരു കഥാപാത്രത്തിന് വേണമെങ്കിൽ മാളച്ചേട്ടൻ അത് ചെയ്യും. അല്ലാതെ ഒരു വാര്യരായിട്ട് പുള്ളി അഭിനയിക്കുന്നെങ്കിൽ ആ വാര്യരുടെ ടോൺ പുള്ളി കീപ്പ് ചെയ്യും. അങ്ങനെ വന്നുകൊണ്ടാണ് പുള്ളിക്ക് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ഭാഷയുടെ എന്താ പറയുക ഒരു പിടുത്തത്തിൽ നിന്ന് പുള്ളി രക്ഷപ്പെട്ടത്. അത് ഇപ്പം പറഞ്ഞപ്പോഴോർത്ത് ഒരുപക്ഷെ നാടകത്തിൻ്റെ ഒരു വലിയ പരിചയം
അദ്ദേഹം ഈ കോമഡി ചെയ്യുമ്പോൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. നമ്മൾ അദ്ദേഹം സീരിയസ് ആയിട്ട് ചെയ്ത വേഷങ്ങൾ നോക്കിയാൽ എല്ലാം അത് ഒരു ഭൂതക്കണ്ണാടിയിലുണ്ട് ഒരു പാട്ടുകാരനായിട്ടുണ്ട്. ഭൂതക്കണ്ണാടിലെ പാട്ട് ഭയങ്കര ഫീൽ അല്ലേ, എന്ത് രസമാണ്. ഇപ്പം ഭൂതക്കണ്ണാടിയിലെ പാട്ടിനെ പറ്റി പറയുമ്പോൾ ആ പാട്ട് മാളച്ചേട്ടന് വേണ്ടി പാടിയത് ശ്രീധരൻ എന്ന് പേരുള്ള ഒരു പാട്ടുകാരനാണ്. ആ പാട്ടുകാരനെ സിനിമയിലേക്ക് കൊണ്ടുകൊടുത്തിട്ടുള്ളത് വിദ്യാധരൻ മാസ്റ്ററാണ്. വിദ്യാധരൻ മാസ്റ്റർ മാളച്ചേട്ടൻ്റെ ഒരു വലിയ സുഹൃത്താണ്. ഒരുപാട് നാടകവേദികളിൽ മാളച്ചേട്ടൻ ഈ അരങ്ങിന് വശത്ത് നിന്ന് തബല വായിക്കുമ്പോൾ അതിനോടൊപ്പം ഹാർമോണിയം വായിക്കുക, അന്ന് നാടകത്തിന് വേണ്ടി പാട്ടുകൾ പാടുക, ഇങ്ങനെയൊക്കെ ചെയ്ത ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള പ്രതിഭാധനനായ സംഗീത സംവിധായകൻ, ഗായകൻ, ബഹുമാനപൂർവ്വം ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിദ്യാധരൻ മാസ്റ്റർ. പക്ഷേ സ്വാഗതം വിനയൻ സാറ്. വിദ്യാധരൻ മാഷ് നമസ്കാരം വീണ്ടും. വിനയൻ സാറ് പറയായിരുന്നു, വിനയൻ സാറ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകം മാളച്ചേട്ടന്റെ കണ്ടു. നിധി എന്നാണ് നാടക പേര് പറഞ്ഞത്. ഒരു സമയം എസ് എൽ പുരത്തിന്റെ നിധി എന്ന് പറയുന്ന നാടകമാണ്. വിനയൻ സാർ അപ്പം പഠിക്കുന്ന കാലം 75 ആണ് അദ്ദേഹം അതിൽ തലയിട്ട് വീണ ഒരു സാധനക്കില്ലേ, അവാർഡ് കിട്ടലാണ്. അപ്പൊ ഞങ്ങളിപ്പോ 75 വരെ എത്തിയിട്ടുണ്ട് വിനയൻ സാർ വന്നപ്പോ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെ അതിന് തൊട്ടുമ്പോ അപ്പം മാളച്ചേട്ടൻ സിനിമയിൽ എത്തിയിട്ടുണ്ടോ? ജസ്റ്റ് എത്തിയിട്ടുണ്ടാവുള്ളൂ അല്ലേ? അല്ല, പുള്ളി അന്ന് എന്റെ കുഞ്ഞെന്ന് ഒരു പടത്തിൽ എന്തോ 60കളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിതൊരു 75-76 ഞാൻ ഇറങ്ങിയിട്ടില്ല സിനിമ അത് 67 മറ്റേ ആണ്. പക്ഷെ അതിൽ അദ്ദേഹം ജനകീയനായില്ല, മുഖപരിചയമുള്ള നടനായി മാറിയിട്ടില്ല. അതെ. വിദ്യാധരൻ മാസ്റ്റർ എപ്പോഴാണ്? ഞാനൊരു 70 ശേഷം നാടകങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ തബല വായിക്കുന്നതും ഞാൻ ഹാർമോണിയം വായിക്കുന്നു, ഞങ്ങൾ നാടകത്തിൽ പങ്കെടുക്കുന്നു, അമേച്ചർ നാടകങ്ങളിൽ ഒരുപാട് പങ്കെടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി കമ്പോസിങ്ങിന് വേണ്ടി എൻ്റെ കൂടെ പാലക്കാട് വന്നു. കമ്പോസിങ്ങിന് വേണ്ടി തബല വായിക്കാൻ. ഞാൻ ഹാർമോണിയം വായിച്ചിട്ട് ഞാൻ പാട്ടുണ്ടാക്കി, പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തബല വായിക്കാൻ കൂടി 2 ദിവസം പാലക്കാട് ഒരു വീട്ടിൽ കൂടി ഞങ്ങളൊന്ന്. എന്നിട്ട് ആ പാട്ട് ഉണ്ടാക്കുമ്പോൾ ഓരോരോ പ്ലാനിൽ ഇങ്ങനെ പാട്ട് പല്ലിയെടുത്ത് അതിൻ്റെ ഈണം നോക്കി പരിശോധിക്കുമ്പോൾ ചില താളങ്ങൾ പറയുമ്പോൾ അത് വായിക്കും. അപ്പോൾ എനിക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ വായിച്ച് നമ്മൾ ഒരു ട്യൂണിലേക്ക് വരിക. അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാൻ 2 ദിവസം മെനക്കെട്ട് സുന്ദരമായൊരു പാട്ടുണ്ടാക്കി. ശ്രീമൂലധരൻ വിജയൻ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരൻ, അദ്ദേഹമായിരുന്നു ആ പാട്ടിൻ്റെ രചയിതാവ്. അതുണ്ടാക്കി കഴിഞ്ഞ് ഈ കുട്ടിക്ക് പഠിപ്പിച്ച് ഇത് സ്റ്റേറ്റ് യൂത്ത് ഫസ്റ്റ് കിട്ടി. ആ കുട്ടിക്ക് ആ പാട്ടിന് ഫസ്റ്റ്. അത് മാളെ വായിച്ച തബല വായിച്ചാണ്. ഈ തബല വായനക്കാരോട് പുള്ളിക്കുണ്ടായിരുന്ന ഒരു ഇഷ്ടം, അത് മ്യൂസിഷ്യന്മാരോട് പുള്ളി അതൊരു പ്രത്യേക സഹജീവികളോടുള്ള നമ്മുടെ സ്നേഹം എന്നൊക്കെ പറയുന്നതൊക്കെ ഈ നമ്മുടെ കമ്പ്യൂട്ടർ മ്യൂസിക്കൊക്കെ വന്നിട്ട് ഇത്തരം ലൈവുകാര് പിന്നോട്ടടിച്ചൊരു സമയമുണ്ടല്ലോ, അന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത എന്നെ ഒരുപാട് വിളിച്ച് പാടിച്ചിട്ടുണ്ട്. ആ പാടി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇത് ഇപ്പോ ഈ പറഞ്ഞ ഈ പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാട്ട് ചെയ്യുന്നു, ഇപ്പൊ പാട്ട് രംഗങ്ങളിൽ അഭിനയിക്കുന്നു. ആ പാട്ട് കിട്ടിയത് വളരെ പിന്നീട് എനിക്ക് തോന്നുന്നു ആ പാട്ടുകൾ പിന്നീടും പല വർഷങ്ങളിൽ യൂത്ത് ഫെസ്റ്റിവലിന് ധാരാളം കുട്ടികൾ ഫേമസ് ആയിട്ട് ആ പാട്ട് എന്തോ മലങ്കുറത്തി പെണ്ണാളെ ആ പാട്ട് കുറെ നാള് യൂത്ത് ഫെസ്റ്റിവൽ ഇതില്ലാത്ത യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലായിരുന്നു. അത് മാളച്ചേട്ടനും കൂടെ അത് ഞങ്ങൾ കമ്പോസ് ചെയ്താ, ഞാൻ ഉണ്ടാക്കിയ പാട്ടാ. അതൊരു നമുക്ക് ഒരു 4 വരി വിട്ടാലോ? ഇപ്പൊ ആ പാട്ടിന്റെ വരികളും അതിന്റെ ട്യൂണൊന്നും എനിക്കിപ്പൊന്നും ഓർമ്മയില്ല, കുറെ കാലം മുമ്പല്ലേ. മലങ്കുറത്തി പെണ്ണാളെ മാണിക്ക കണ്ണാളെ മലങ്കുറത്തി പെണ്ണാളെ എന്നൊക്കെയാ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എത്ര കൊല്ലായി. നിങ്ങള് ഭയങ്കര ഉദ്ഘാടന കോമ്പിനേഷൻ ആയിരുന്നു കേട്ടിട്ടുള്ളത്. ഒരുപാട് വേദികളിൽ ഉദ്ഘാടനത്തിന് പോയിട്ട് മാളിയും ഞാനും ചേർന്ന് പല തമാശകളും. ഈ തമാശയുടെ കാര്യത്തിൽ അപ്പപ്പോൾ ഓരോന്ന് തോന്നുന്നു പറയുന്നു, ഭയങ്കര രസമാണ്. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പറയുന്നതല്ല, അയാൾ കയ്യിൽ നിന്ന് വരുന്ന സാധനങ്ങളെ അത്ര സരസമായിട്ട് പല തമാശകളും പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സരസമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആണ് ഞാൻ. അപ്പം അങ്ങനെ വീട്ടിൽ വരിക, ഞാൻ അങ്ങോട്ട് പോകാൻ നിരന്തരമായിട്ടുള്ള ബന്ധമായിരുന്നു. മറക്കാൻ പറ്റുന്നൊരു കഥാപാത്രമല്ല. അല്ല, അതാ പറഞ്ഞത് ഈ മാളച്ചേട്ടനെ നമുക്ക് ഞാൻ താമൂഹത്തിൽ പറഞ്ഞു, അദ്ദേഹം കേൾക്കുമ്പോൾ നമുക്ക് നർമ്മമാണ് ഓർമ്മ വരുന്നെങ്കിലും വളരെ ഗൗരവമുള്ള, വളരെ നിലപാടുകളുള്ള
ഒരു സ്റ്റാൻഡുള്ള നടനായിരുന്നു. ആളാണ് മാളച്ചേട്ടൻ എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ്. പല TV ഷോകൾ, ചില അവാർഡ് നൈറ്റുകളൊക്കെ വളരെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തില്ല. അപ്പോഴൊക്കെ നമ്മൾ ഈ TV കാണുന്ന ആളും പരിചയപ്പെടുന്ന ആളും തമ്മിൽ, അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വ്യക്തിത്വത്തിനുടമയാണ്. രമേശ് പറഞ്ഞ വാക്കിന് വലിയ പ്രസക്തിയാണ്. നിലപാടുകളുള്ള ഒരു നിലപാടുകളുള്ള ഒരു കലാകാരനാണ്. അതാണ് ശരി. അത് ഈ പ്രത്യേകിച്ച് വിനയൻ സാറ് വരുമ്പോൾ ഒരു കാര്യമുള്ളത്, ഞാൻ ഇതിനിടയിൽ എപ്പോഴും ഇപ്പൊ പറഞ്ഞു, നമ്മളൊരു സംവിധായകൻ ഒരു സിനിമ ഒരുക്കുമ്പം ആ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് വലിയ കാര്യം. ഒരു ഐക്യപ്പെടലാണ്. അതൊന്ന് ഒരാളുടെ അങ്ങനെ ഐക്യപ്പെട്ട് നിൽക്കുന്നത്, ഒന്ന് ആ സിനിമയിലെ അയാളുടെ കഥാപാത്രം വളരെ നന്നാക്കുന്നതിനും സിനിമ നന്നാക്കുന്നതിനും വലിയ തോതിൽ ഉപയോഗിക്കും. മറ്റൊന്ന്, എന്തെല്ലാം ഹാം വന്നാലും അയാളുടെ വ്യക്തിത്വം നിലനിൽക്കുന്നതിന് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഞാനിപ്പോ സാറിനെ കുറിച്ച് മാളച്ചേട്ടൻ പറഞ്ഞൊരു ഓഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. നമുക്കതൊന്ന് കേൾക്കാം. ആദ്യം വിനയൻ്റെ പടത്തിന് അഡ്വാൻസ് വാങ്ങിച്ചു. എന്നെ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് അവർ പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു പോയി, തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അല്ല, ഇവിടെ പലരും തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ അച്ഛനല്ലോ എൻ്റെ അച്ഛൻ. എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അഭിനയിക്കും. സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ അഭിനയിക്കും. സീരിയലിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും. നാടകത്തിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ തബല വായിക്കും. ഇനി ഇത് 4ൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ ഭാര്യയുടെ പഴയ സാരിയുണ്ട്, അത് കൂട്ടിക്കെട്ടി തെരുവ് നാടകം നടത്തുന്നത് ഞാൻ പറഞ്ഞു. അങ്ങനെ ചങ്കൂറ്റുകൊണ്ടിരിക്കുക കാര്യം. അതാണ് ഞാൻ പറഞ്ഞ നിലപാട്. മാസ്റ്റർ നിലപാടെന്ന് മാത്രമല്ല, നേരിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഞാനന്ന് 2014 തോന്നി ഇന്റർവ്യൂ നടന്നത് ആ ചാനലിന് വേണ്ടി. അപ്പം ഞാൻ മാളച്ചേട്ടനെ വിളിച്ചു ഇത് പരിപാടി കണ്ടു കഴിഞ്ഞിട്ട്. പുള്ളിക്കാരൻ എന്നെ രമേശോട് പറയാം, പുള്ളി താര സംഘടനയിലെ അംഗമാണ്. എൻ്റെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി. നമ്മളെ വിളിച്ചിട്ട് ആ സമയം തൊട്ട് നമ്മളെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട്, എടാ നീ ചില നിലപാടുകളുടെ പേരിലല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ള മാളച്ചൻ്റെ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുന്നതാണ്. വിദ്യാരൻ മാസ്റ്റർ ചില നിലപാടുകളുടെ പേരിലല്ലേ താനാരെയും എങ്കിലും അടിച്ചിട്ടോ ആരെങ്കിലും കയറി പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ വെട്ടിച്ചിട്ടോ തനിക്ക് സിനിമ ചെയ്യാൻ വേണ്ടി ഒന്നുമല്ലല്ലോ. താൻ നിൽക്കുന്ന സംഘടനയുടെ ചില നിലപാട് താൻ എടുത്തു, അത് അപ്പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഫൈറ്റ് ചെയ്യണം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. യക്ഷി ഞാനും എന്നുള്ള ചിത്രത്തിൽ പുള്ളി അഡ്വാൻസ് മേടിച്ചതിൻ്റെ പേര് ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടു. പുള്ളി 3-4 പടം പോവുകയും ചെയ്തു. എനിക്കറിയാം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. മാളച്ചേട്ടനെ എൻ്റെ കാര്യം രമേശ് വിളിച്ചപ്പം ഞാൻ ഇത്തരം പരിപാടിക്കൊന്നും ഇതിൽ പോകാറില്ല രമേശ് എന്ന് പറഞ്ഞെങ്കിലും മാളച്ചേട്ടൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഓർമ്മയിലുണ്ടല്ലോ. ചിലപ്പോൾ മാളച്ചേട്ടൻ ഇവിടെ വേണമെങ്കിലും കാണുമായിരിക്കില്ലേ. അപ്പം നമുക്ക് വിശ്വസിക്കാം. അതാണ് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം വിനയൻ സാറ് വന്നതിനകത്ത് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു വലിയ നല്ല സമയത്ത് വളരെ എത്ര പേര് കൂടെ ഉണ്ടെന്നുള്ളതിന് വളരെ ബൈബിളോട്ട് പറയുന്ന കാര്യമൊക്കെയാണ്. ആണെങ്കിലും ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നിലപാടിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. അതിൽ നിന്നിട്ടുള്ള ഒരാളാണ് മാളച്ചേട്ടൻ. തീർച്ചയായിട്ടും മാളച്ചേട്ടൻ അന്നും ഈ ഇത് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ മാളച്ചേട്ടൻ സിനിമകളുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ അവിഭാജ്യമാണ് എന്ന് അങ്ങനെ ആ ലെവലിൽ സിനിമയിൽ അദ്ദേഹം എത്താത്തൊരു സമയത്ത് പോലും അദ്ദേഹം ഈ നിലപാട് പോയാ പോട്ടെ എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഈ സമയത്ത് പുള്ളി അങ്ങനെ അവിഭാജ്യ ഘടകം അല്ലല്ലോ. പുള്ളിക്ക് സിനിമ നഷ്ടപ്പെട്ട അത്ര വലിയ തിരക്കുള്ള സമയമല്ല ഈ 2010 എന്നൊക്കെ പറയുന്നത്. അതിനു മുമ്പ് മാളച്ചേട്ടന് വേണ്ടി കാറുകൾ വെയിറ്റ് ചെയ്ത് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ടൈറ്റിൽ കണ്ടാൽ അതെ, ഈ സമയത്ത് ഒരു സമയത്ത് അവിഭാജ്യ ഘടകം. കാരണം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയിൽ മാളച്ചേട്ടന്റെ ഇൻട്രൊഡക്ഷന് മുമ്പ് ശബ്ദം കേൾക്കാം, എന്തോ വേറൊരാളെ എന്തോ ഇരട്ടപ്പേര് വിളിക്കുന്ന, ഒളിഞ്ഞു നിന്നിട്ട് ഒളാച്ചി അങ്ങനെ എന്തോ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന മാളച്ചേട്ടന്റെ ശബ്ദം കേട്ടപ്പോൾ തിയേറ്ററിൽ കയ്യടി ഉണ്ടത് കണ്ടിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പാ. അങ്ങനെ സമയം ഉണ്ടായിരുന്നു. മാളച്ചേട്ടൻ, പപ്പുവേട്ടൻ, ജഗതി അല്ലേ, എന്താ ഇതായിരുന്നു. ഒരു മനുഷ്യന് അയാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ നഷ്ടമുണ്ടാകും, അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു, വിനയൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അതുകൊണ്ട് വിനയൻ്റെ പടത്തിൽ അഭിനയിക്കും. അന്ന് ആ സമയത്തൊക്കെ അഡ്വാൻസ് മേടിച്ച ചില നടന്മാരൊക്കെ തിരിച്ചു വന്നു, അഡ്വാൻസ് അഭിനയിക്കും എന്ന് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ ഈ 2017 എൻ്റെ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ പറയുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ, ഞാൻ കൊണ്ടുവന്ന പിള്ളേർ പോലും എൻ്റെ കൂടെ നിൽക്കാത്ത ഒരവസ്ഥയിൽ എനിക്ക് അത്ര വലിയ ബന്ധമില്ലാത്ത 5, 6, 7 പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ
പറയുകയാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ വിഷമിക്കണ്ട, രാവിലെയും വൈകിട്ടും ഒക്കെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. ഇനി കൂടെ നിന്നതുകൊണ്ട് ദൂരവ്യാപകമായ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യമുണ്ട്. ദോഷമേ ഉണ്ടാകത്തുള്ളൂ. ദോഷം ഉണ്ടായല്ലോ പുള്ളിക്ക്, 4-5 പടം പോയല്ലോ. അപ്പൊ നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് നിന്റെ ഭാഗത്ത്. ഞാനാണെങ്കിൽ മാസം ആലോചിക്കേണ്ടത് 4 ഭാഗത്തുനിന്നും മലയാള സിനിമയിലെ മുഴുവൻ സൂപ്പർ താരങ്ങളും അല്ലെങ്കിൽ അത് കണക്കുള്ളവരും ഒക്കെ പറയുന്നു വിനയം തെറ്റാണ്, ജനം പറയുന്നത് കേട്ടിട്ട് അവർ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതാണ് വിലക്കെടുക്കുക. എന്തൊക്കെ പറഞ്ഞ സമയത്ത് പറയുകയാണ് അതല്ല, വിനയൻ പറയുന്നത് തെറ്റ്, ന്യായമുണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥ. പക്ഷേ എനിക്ക് വലിയ വിഷമം 2017 ഞാനത് എനിക്ക് തെളിയിക്കാൻ വേറെ മേഖലയൊന്നും ഇല്ലായിരുന്നല്ലോ, സ്ഥലമൊന്നും ഇല്ലായിരുന്നല്ലോ രമേശ്. അതുകൊണ്ടാണ് ഞാൻ കോടതി പോയത്. മനസ്സിലായോ? അതെ. അങ്ങനെ ഞാൻ കോടതിയിൽ പോയി. എനിക്ക് വിധി വന്ന സമയത്ത് പുള്ളി മരിച്ചു പോയില്ലേ, പുള്ളി 2017 മരിച്ചുപോയി. അല്ലെ പുള്ളി വലിയ ഒരു ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചേനെ, എടാ ഞാൻ പറഞ്ഞില്ലേടാ എന്നൊക്കെ ചിരിച്ചേനെ. അങ്ങനെ ഞാനൊരു മനുഷ്യത്വത്തിന്റെ പേരിൽ കൂടി മാളച്ചേട്ടനെ ഈ നിലപാടുകൾ, പ്രത്യേകിച്ച് രമേശിന് അറിയാമല്ലോ, നമ്മുടെ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൾച്ചർ, കുറച്ച് മുഖസ്തുതിയുടെ ഒരു മേഖലയാണ്. മാളച്ചേട്ടനൊക്കെ ഓവറായിട്ട് ഒരാളെ സുഖിപ്പിക്കാൻ അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പുള്ളി വലിയ ഫിഗറായിട്ടോ അല്ലെ മലയാള സിനിമയിലെ മറ്റു നായക സങ്കല്പങ്ങളെ കണക്കുള്ള ഒരു വ്യക്തിത്വമായിട്ടോ ഒന്നും പറയുന്നില്ലെങ്കിലും പുള്ളിയുടെ ഉള്ളിലുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് അന്തസ്സുള്ള, പറയത്തില്ലേ, നല്ല നല്ല നിലപാടുള്ള ഒരാളായിരുന്നു. മാളച്ചേട്ടന്റെ ഒരു കരിയോഗ്രാഫ് എടുക്കുമ്പം മുള്ളാണി പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം, മീശമാധവൻ എന്ന ചിത്രത്തിലെ കഥാപാത്രം വളരെ വലിയൊരു ഗംഭീര കഥാപാത്രമാണ്. ആ ചിത്രം അദ്ദേഹത്തിന് നൽകിയ സംവിധായകൻ ലാൽ ജോസ് സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ആലോചിക്കും. ചെറുപ്പം മുതൽ സിനിമ കാണുമ്പോൾ ഏറ്റവും അധികം ചിരിപ്പിച്ചിട്ടുള്ള, നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ആക്ടറായിരുന്നു മാളച്ചേട്ടൻ. പിന്നെ എൻ്റെ സിനിമകളിൽ കുറച്ചധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വളരെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ, മുള്ളാണിപ്പപ്പൻ, മീശമാധവനിലെ മുള്ളാണിപ്പപ്പൻ. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴുമുള്ള ഒരു സങ്കടം, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഡയബറ്റീസ് കൂടിയിട്ട് കാലിനടിയിൽ ഭയങ്കര സോഫ്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും ഷുഗർ ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ അദ്ദേഹത്തിന് നടക്കുമ്പോൾ ചെറിയ സംശയമുണ്ടാവും. ഈ കാലിനടിയിലുള്ള സ്പർശനം കുറയും. അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കാലെടുത്ത് വെച്ച് പ്രത്യേക രീതിയിൽ നടക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ മുള്ളാണിപ്പപ്പ എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന, ഏറ്റവും പ്രസിദ്ധി കൊടുത്ത കഥാപാത്രം തന്നെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഇറിറ്റേറ്റ് ചെയ്തിരുന്നു എന്ന് മകൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അദ്ദേഹം നേരത്തെ പോയി, അത്രയധികം പ്രായമൊന്നുമില്ലായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ. ഒരുപാട് കഥാപാത്രങ്ങൾ, മീശമാധവനിലെ മുള്ളാണിപ്പപ്പൻ, ചാന്തൂട്ടിലെ കഥാപാത്രം, പട്ടാളത്തിലെ എക്സ് മിലിറ്ററിക്കാരൻ ക്യാരക്ടർ, ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹമായിട്ടുള്ള. സെറ്റിലും വളരെ അടുപ്പമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അമ്പലത്തിൽ ഒരു പ്രത്യേക വഴിപാട് നടത്താൻ എന്നോടും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടുപോയി അമ്പലത്തിൽ വഴിപാടൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. വലിയ സ്നേഹമായിരുന്നു. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു താളബോധത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. എനിക്കൊന്ന് അമ്പലമില്ലാതെ ആൽത്തറയിൽ നിന്നുള്ള വിദ്യാരമാഷ പാട്ടില്, പാദമുദ്രയിലെ പാട്ടിൽ മുഖർശങ്ക് വായിക്കുന്നത് മളയാണ്. അതല്ല, ലാല് പാടിയിട്ട് ഈ കാവടി എടുത്ത് ഊര് തട്ടി പോകുന്നൊരു സീനുണ്ട് അതില്. പഴനിക്ക് പോകുന്ന ആൾക്കാര് ഭിക്ഷയച്ച് ആരുമില്ല, അഗതി എനിക്കൊരു അങ്ങനെ ഒരു വരികളല്ലേ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, നീ അറിഞ്ഞോ മേലെ മാനത്ത്. ലാലേട്ടന്റെ കൂട്ടത്തില് കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞ പടത്തില് ഈ ലാലേട്ടനും പുള്ളിയും കൂടെ അഴിഞ്ഞാടുകയാണ്. നീ അറിഞ്ഞോ മേലെ മാനത്ത് എന്ന് പറഞ്ഞൊരു പാട്ട് കണ്ടാല് ഇത് ഈ സീൻ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ കാവടി എടുത്ത് ഊര് തണ്ടി പോകുന്ന ഒരു സീനുണ്ട് അതില്. അപ്പൊ 8-10 ആൾക്കാർ ഇങ്ങനെ വന്ന് കാവടി എടുത്ത്, ആരുമില്ല അഗതി എനിക്കൊരു ആധിയും മഹാവ്യാധിയും, ദൂരെ നിൽക്കുവതിനൊരൗഷധം ഇല്ല നീ ഒഴിഞ്ഞാരുമേ, അർഹരോ അർഹര പൂ ശംഖ്. അപ്പൊ നായകൾ ഓരിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുക. ഈ ശംഖ് വിളിക്കുന്ന മാളയാ, ശംഖ് വിളിക്കുന്ന മാളയാ. ആ ഗ്യാപ്പില് ഹരഹരോ ഹരഹര എന്ന് പറയുമ്പോ ശംഖ്. ഈ മോഹൻലാൽ പാടിയിട്ട് ഇങ്ങനെ ഈ
പാട്ട് പാടി ഇങ്ങനെ വീടാന്തരം ഭിക്ഷ അയച്ചു നടക്കുക ആ സീൻ. ഈ മുഖർശംഖുവാനെ ആ പാട്ടിൽ തന്നെ ഒളിസേവ ചെയ്തു മുക്കണ്ണൻ എന്ന് പറയുമ്പോൾ ഒരു നോട്ടമുണ്ട്, ഒരു അർത്ഥം വെച്ചിട്ടുള്ളൊരു നോട്ട ഒരു പാട്ടിനകത്തൊരു കഷ്ണം അവിടെ എന്ത് ആ പാട്ട് പാടി അഭിനയിക്കുന്നതും ലാല് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഇരിക്കുന്ന ടീമിൽ ഭജന സംഘത്തിലിരിക്കുന്നതിൽ ഒരു പങ്കാളി മാളയാ. അതെ. ആ അതിൽ ചില നോട്ടങ്ങളും ഈ ചില അർത്ഥഭാഗങ്ങൾ വരുന്ന സമയത്ത് വരികൾ കേൾക്കുമ്പോഴേ അതിനനുസരിച്ചുള്ള ചില ഭാവങ്ങളൊക്കെ മാളയുടെ മുഖത്തപ്പോ വരും. ഉണ്ട് ആ പാട്ടിന്റെ ലിറിക്കിന്റെ പല എക്സ്പ്രഷൻസും ആ പാട്ടില് അദ്ദേഹം ചെയ്തിട്ടാണ്. ആ സീൻ കാണുമ്പോൾ മനസ്സിലാവും അതിമനോഹരമായിട്ട്. പിന്നെ മ്യൂസിക് നിറച്ചുള്ള ആളാ അദ്ദേഹമായി. നല്ല പാട്ടുകളൊക്കെ തിരിച്ചറിയും, നല്ല മെലഡി കേട്ടാൽ പിന്നെയും പിന്നെയും പാടിക്കും. അത് എന്നെ എത്ര പ്രാവശ്യം വിളിച്ചു ഓരോ പാട്ട് പാടിച്ചിട്ടെന്ന് പറയാം. പലരും പാടി കേട്ട മാതിരിയല്ല, നീ പാടുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് എന്നോട് അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ഒരുപാട് പാടിക്കും. ഈ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ചില നടന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ ജഗദീഷ് ചേട്ടനോ ആരാണ് പറഞ്ഞത്, ജഗദീഷ് ചേട്ടൻ ഇപ്പൊ ഗൗരവമുള്ള വേഷങ്ങൾ കിട്ടാണല്ലോ, അപ്പൊ പറഞ്ഞു പുതിയ സംവിധായകർ വന്നപ്പോ അവരാണ് നമുക്ക് ഗൗരവമുള്ള വേഷങ്ങൾ തന്നു തുടങ്ങിയെന്ന്. ഒരു പക്ഷേ മാളച്ചേട്ടന്റെ ഒരു കരിയറിൽ വരുന്ന പുതിയ സംവിധായകരിൽ പെട്ട ആളാണ് വിനയൻ സാറൊക്കെ. അന്നത്തെ ഏറ്റവും പുതിയ ഏറ്റവും ധൈര്യം സിനിമയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പലരെയും പല രീതിയിൽ കാസ്റ്റ് ചെയ്യാമെന്നും പലരെയും പലതരത്തിൽ ഉപയോഗിക്കാമെന്നും തെളിയിച്ചുകൊണ്ട് സിനിമ ചെയ്തു വന്നവരാണ് ഇവരെല്ലാം. അപ്പം ഈ മാളച്ചേട്ടന്റെ ഇതിപ്പം വിനയൻ സാർ തന്നെ പറഞ്ഞു, അദ്ദേഹം ഈ പ്രതിസന്ധികളിലൊക്കെ വളരെ കാര്യമായിട്ട് കൂടെ നിൽക്കുന്നു, ഒപ്പം നിൽക്കുന്നു എന്നുള്ളത്. അതൊരു പക്ഷേ വിനയൻ സാറിനോട് മാത്രമായിട്ടുള്ളൊരു സ്വഭാവമായിരിക്കില്ല കേട്ടോ, അത് അദ്ദേഹത്തിന്റെ ഒരു പുള്ളി നമ്മുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്നുള്ള പടം ഞാൻ മണിയെ വെച്ച് ചെയ്തു. അപ്പോ അന്ന് മണിയൊരു വെറും കോമഡിയനായിരുന്നല്ലോ. ആ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മാളച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട്, അതാണ് ഒരു കലാകാരന്റെ ഒരു അതിനോടുള്ള ഇഷ്ടം. എടാ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് താടാൻ മോനെ, എടാ ഞാൻ കലക്കും. ഞാൻ സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും ആ വാക്ക് എനിക്ക് ആലോചിക്കുന്നുണ്ട്. കാരണം മണിയെ പുള്ളി അങ്ങ് വാനോളം പുകഴ്ത്തുവാണ്. അതിനൊപ്പം പുള്ളിയുടെ ഒരു ആഗ്രഹം, ആ പുള്ളി ശരിയായിരിക്കാം ചിലപ്പോൾ കേട്ടോ. എനിക്ക് അത്ര ഒരു ക്യാരക്ടർ പുള്ളിക്ക് ഒരു ഹീറോ ആയി കൊടുക്കാനൊന്നും പറ്റിയില്ല. ചിലപ്പോൾ നമ്മളെ കരയിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പുള്ളി. ഇത് പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഇത് ഇതിന്റെ വാലും തലയിലും ഒരു വ്യവസായം കിടക്കുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ സംവിധായകനായാലും ശരി എഴുത്തുകാരനായാലും ശരി കൂടെ നിന്നേ പറ്റൂ. അതില് വലിയ അല്ല നേരത്തെ അങ്ങനൊക്കെ അസാധ്യ ധൈര്യം അന്ന് കാണിച്ചത്. അന്ന് നമ്മള് മണി എന്നൊരു അത്ര വലിയ വ്യവസായ വാല്യുള്ള ആളല്ല ഹീറോ ആയിട്ടല്ല, കോമഡിയനായിട്ട് മാത്രം നിൽക്കുകയാണ്. അപ്പൊ അതാണ് പുള്ളി അന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല അന്നൊരു വലിയ സംഭവം ഉണ്ടായത്, സത്യത്തിൽ അന്ന് നമ്മുടെ ഇന്ദ്രൻസി ചെയ്ത വേഷം ആ ചായക്കടയിലൊരു കാലിച്ചടന്തി ചായ അടിക്കുന്ന മാളച്ചേട്ടനെ ആലോചിച്ച. പക്ഷെ മാളച്ചേട്ടൻ ഒരു ഫിഗർ വലുതാണ്, നമുക്കൊരു കൊച്ചു ആള് വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രൻസിനെ ഇട്ടത്. ഞാൻ പറഞ്ഞു വന്നത്, മാളച്ചേട്ടന് അത്തരം ക്യാരക്ടറൊക്കെ നമ്മൾ അത്തരം ഒരു മുഴുനീള ക്യാരക്ടർ സീരിയസ് മാളച്ചേട്ടന് കിട്ടിയിട്ടില്ല എന്നെനിക്ക് കിട്ടിയിട്ടില്ല. സീരിയസ് മുഴുനീളയില്ല. ഇല്ല, ഞാന് ഒരു ഹീറോ, മണി ഹീറോ ആയിരുന്നല്ലോ വാസന്തി ലക്ഷ്മിയിൽ. ഞാൻ ഈ വാര്യരെ നിധിയിലെ വാര്യരെ ആലോചിച്ചോ പറയുകയാണ്, ഒരു മുഴുനീള നാടകത്തിൽ നമ്മളെ അതിശയിപ്പിച്ച അഭിനയം കാഴ്ചവെച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇപ്പം പിഷാരടി പറഞ്ഞല്ലോ ജനം എങ്ങനെ ആഘോഷിക്കുന്നു. മാളച്ചേട്ടൻ്റെ ആ കാലഘട്ടത്തിൽ മാളച്ചേട്ടൻ്റെ അഭിനയവും മാളച്ചേട്ടനെ അറിയാവുന്നവരും തീർച്ചയായിട്ടും ആഘോഷിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ. തീർച്ചയായിട്ടും വലിയ ആഘോഷം. അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിക്കുന്ന ഞാൻ സ്റ്റേജിൽ കണ്ട് തലേ കെട്ടൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുമ്പോൾ തന്നെ ആളുകൾ എത്രയോ സ്റ്റേജുകളിൽ വലുതായിട്ട് കൈയടിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ. ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാന്നുള്ളത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങേരെ വലുപ്പം എന്താ, അതല്ലേ ജനങ്ങളത് സ്വീകരിക്കുന്നത്. ഒരു മിമിക്രിക്കാരത് ചെയ്യണ്ടേ. അതെ അതെ. അപ്പൊ അത്രയും ആള് ഉള്ളിൽ കയറിയിട്ട് ആൾക്കാരുടെ. മാളച്ചേട്ടന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയിൽ നമ്മൾ സിനിമയെ കുറിച്ച് പറഞ്ഞു, നിലപാടുകളെ കുറിച്ച് പറഞ്ഞു. തുടക്കത്തിൽ എവിടെയോ നമ്മൾ നാടകങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് പരാമർശിച്ച് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇതിനൊക്കെ മുമ്പ് നാടോടി നൃത്തത്തിന് പാട്ട് കമ്പോസ് ചെയ്തതും പറഞ്ഞു. അപ്പോ ആ പാട്ട് അല്ലെങ്കിൽ വിദ്യാരംഭ മാസ്റ്റർ ഏറ്റവും ഹിറ്റ് പാട്ടുകളിലൊന്നായിട്ടുള്ള കൽപ്പാന്ത കാലത്തോളത്തിന്റെ രചന നിർവഹിച്ചത് ശ്രീമൂലനഗരം വിജയമാഷല്ലേ. നമ്മളോടൊപ്പം ഈ പങ്ക്തിയിലേക്ക് ഇനി വന്നു ചേരുന്നത് മാളച്ചേട്ടന്റെ സന്തത സഹചാരിയായ സുഹൃത്തായ, നാടകരംഗത്തും ഒരുപാട് മാളച്ചേട്ടനോടൊപ്പം സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീമൂലനഗരം മോഹനൻ സാർ.
മാഷ് നമസ്കാരം. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. മാളച്ചേട്ടനുമായിട്ട് ഏത് കാലത്താണ് സൗഹൃദം തുടങ്ങുന്നത്? 68-69 കാലത്ത്. 68-69 തുടങ്ങി. അതെ ആ. ഏതാണ്ട് ഒരു 50-54 മേലായല്ലോ വർഷങ്ങൾ. അതെ. അദ്ദേഹം ഒരു നാടകം അവതരിപ്പിക്കാനായിട്ട് മഞ്ഞപ്പുറ വരികയാണ്. ആ നാടകത്തിന്റെ പേര് സെക്കൻഡ് ബെൽ എന്നായിരുന്നു. സെക്കൻഡ് ബെൽ. സെക്കൻഡ് ബെൽ. SP പിള്ള, കൊട്ടാരക്കര ശ്രീധരൻ നായർ, പങ്കജവല്ലി, വാണക്കുറ്റി ഇങ്ങനെയുള്ള ആളുകൾ ചേർന്നാണ് അദ്ദേഹം നാടകം അഭിനയിക്കുന്നത്. അടൂർ പങ്കജ ഉണ്ടായിരുന്നു, എനിക്കൊരു ഓർമ്മയുണ്ട്. ഒരു ചെറിയൊരു റോളാണ് അഭിനയിച്ചിരുന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനന്ന് സിനിരമ എന്ന് പറഞ്ഞൊരു പത്രത്തിന്റെ ലേഖകനായിട്ട് നാടക റിവ്യൂ ചെയ്യാൻ അവിടെ ചെല്ലുകയാണ്. അവിടെ നാടക റിവ്യൂ ഒക്കെ ഉണ്ടോ അന്ന്? അതിലാണ് ജനയോഗം സിനിമ അങ്ങനെ അതിലാണ് തുടങ്ങിയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ പരിചയപ്പെട്ടു. മാളാരെ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഷെയ്ക്ക് ഹാൻഡ് വന്നപ്പോൾ ഇങ്ങനെ തന്നിട്ട് പുള്ളി ഇങ്ങനെ എൻ്റെ ഉള്ളംകൈയിൽ ഒരു വിരലുണ്ട്, ഇങ്ങനെ ചൊറിയാണ് ഇങ്ങനെ. ഞാൻ പെട്ടെന്ന് കൈകിനെ പിന്നെ വിളിച്ചു. ഇയാളെന്തൊരു പ്രത്യേകത ഉള്ള ആളാണുള്ളത് എനിക്ക് അപ്പം തന്നെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് നാടകം കഴിച്ച് ഗംഭീരമായിരുന്നു. നാടകത്തിൽ കോമഡി വേഷമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ എൻ്റെ അഡ്രസ്സ് മേടിച്ചു. ഞാൻ റിവ്യൂ എഴുതാൻ പോയ ആയതുകൊണ്ട് മേടിച്ചാൽ എനിക്ക് തോന്നുന്നു നന്നായിട്ടൊക്കെ എഴുതണമെന്ന് പറയാൻ വേണ്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു നാടകത്തിൽ എങ്ങനെയായിരുന്നു എൻ്റെ അഭിനയം, ആ നാടകത്തെ പറ്റിയുള്ള മൊത്തം അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ടൊരു കത്ത് വന്നു. ഒരു ഇല്ലൻ്റെ അന്ന് TK അരവിന്ദാക്ഷൻ എന്നാണ്. മാള അരവിന്ദാക്ഷല്ല, TK അരവിന്ദാക്ഷൻ. ആ അഡ്രസ്സിൽ എനിക്ക് മാളത്തിൽ അഡ്രസ്സൊക്കെ വെച്ചിട്ട് കത്ത് വെച്ച് മറുപടി ഞാൻ അയച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ നാടക നിരൂപണം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം നാഷണൽ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലേക്ക് വേണം, കോട്ടയം. ആ നാടകത്തിൻ്റെ പേര് യാത്ര എന്നായിരുന്നു. അത് അവതരിപ്പിക്കാൻ വന്നപ്പോൾ കൊട്ടാരക്കര ശ്രീനാരായണ അല്ല മെയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിട്ട് പരിചയപ്പെട്ട ആ സൗഹൃദം ഇങ്ങനെ പുതുക്കി. ആ കാലഘട്ടത്തിലാണ് കാലടി ഗോപി നാടകശാല എന്നൊരു സമിതി പെരുമ്പാവൂർ കേന്ദ്രമാക്കി തുടങ്ങുന്നത്. ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നവർ കുതിരവട്ടം പപ്പു, മാളാരവിന്ദൻ, അതുപോലെ കുട്ടിയടത്തി വിലാസിനി, നെല്ലിക്കോട് ഭാസ്കരൻ, MS നമ്പൂരി, ബാബു N നമ്പൂരി. ഇവരൊക്കെ ആ നാടകത്തിലാണ്. ബാബു N നമ്പൂരി ആ നാടക സമിതിയുടെ ഒരു പാർട്ണറും കൂടിയായിരുന്നു. അപ്പൊ അതിൽ തന്നെ ബാബു N നമ്പൂരി നമ്മുടെ ആക്ടർ ഡെന്നിസ് ജോസഫ് സാറിന്റെ എപ്പിസോഡിന് ഇവിടെ വന്നിരുന്നു. അപ്പൊ അങ്ങനെ ആ ട്രൂപ്പായിരുന്നു. അപ്പൊ അതിലൊരു ചെറിയ വേഷം അഭിനയിക്കാനായിട്ട് എനിക്ക് ഒരു ഗോപി എന്നെ വിളിച്ചത്. കാരണം അതിനു മുമ്പ് അവരുടെ ഒരു നാടകത്തിന് പ്രോമിറ്റ് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ടോണിലെ ആക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നുള്ളതിൽ അവൻ അഭിനയിക്കായിരിക്കും എന്ന് പറഞ്ഞ ഒരു പരീക്ഷണത്തിന് വിളിച്ചതാണ്. അങ്ങനെ ഞാനവിടെ ചെന്ന് അഭിനയിച്ചു. മാളയൊക്കെ ആയിട്ട് വലിയ സൗഹൃദം അവിടെ എന്താ പറയുക എസ്റ്റാബ്ലിഷ് ആവാണ്. അങ്ങനെ ആ നാടകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ കുറേ നാടകങ്ങളും അഭിനയിച്ചു. ആ നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്ത് അദ്ദേഹം എപ്പോഴും എൻ്റെ വീട്ടിൽ വരും. അന്ന് ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടം കൂടെയാണ്. ഞങ്ങൾക്ക് 2 കൂട്ടർ ഒരു അഷ്ടിമുഷ്ടിയൊക്കെ കഴിഞ്ഞു പോണ കാലഘട്ടത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 4 ഷർട്ടാണ്. 2 ഷർട്ട് അവർ, 2 ഷർട്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ ഈ ഷർട്ടൊക്കെ ഒരുപാടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൂടി എക്സ്ചേഞ്ച് ചെയ്യും. ഒരാഴ്ചയിൽ നാടകത്തിൽ ചെല്ലുമ്പോൾ 2 ഷർട്ട് അവൻ്റെ ഷർട്ട് എനിക്ക് തരും. ഒരു ട്രൂപ്പിലല്ല നിങ്ങൾ ഒരു ട്രൂപ്പിൽ നാടകശാല അഭിനയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ തരും. അപ്പോൾ അങ്ങനെ അപ്പോൾ അവനോടൊരു കാര്യം പറഞ്ഞു, നീ ചെരുപ്പ് മാത്രം മാറി തരാനായിട്ട് പറയരുതിട്ട് ബാക്കി എല്ലാ സാധനങ്ങൾക്കും വേണ്ടി മാറി തരായിരുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞ് നാടകശാല ഇരിക്കുന്ന കാലത്ത് വല്ലപ്പോഴൊക്കെ നാടകമുള്ളൂ. അന്ന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അന്ന് ഈ 6ാമത്തെ നാടകം അദ്ദേഹത്തിനൊക്കെ അറിയാം, അദ്ദേഹം നാടകമായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ. 6ാമത്തെ നാടകം ആർട്ടിസ്റ്റുകൾ ഫ്രീ ആയിട്ട് കളിച്ചു കൊടുക്കണം ഉടമസ്ഥന്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ചിലയിടത്തൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉടമസ്ഥനല്ല, നമ്മൾ ഞങ്ങളുടെ ട്രൂപ്പിനൊക്കെ പണ്ട് പ്രോഗ്രാം ഏജൻസിക്ക് ഒരു ഏജൻസി നമുക്ക് 10 ഷോ തന്നാൽ ഒരു ഷോ നമ്മൾ ഫ്രീ കൊടുക്കണം. അതിന്റെ ഫുൾ പൈസ പറയുന്ന മാതിരി നാടകത്തിനുണ്ട്. അത് ഉണ്ടായിരുന്നു. നാടക മുതലാളിക്ക് 5 കഴിഞ്ഞാൽ ഫ്രീ, 6ാമത്തെ എല്ലാവരും അഭിനയിക്കണം. ഈ മാളാരവിന്ദൻ അന്ന് 30 രൂപയാണ് റിമിഷൻ കൊടുത്തിരുന്നത്. വീട്ടിലൊക്കെ ദാരിദ്ര്യമൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാലമാണല്ലോ. അപ്പോൾ മാളാരവിന്ദനോട് കാലടി ഗോപി പറഞ്ഞു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങനെ 6ാമത്തെ നാടകം ഫ്രീ ആണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല കാര്യമാണ്, അത് വേണ്ടതാണ്. പക്ഷെ 6ാമത്തെ നാടകത്തിന് ഞാൻ വരില്ല, പിന്നെ 1ാമത്തെ ഇടം പോലെ വരുള്ളൂ എന്ന് പറഞ്ഞു. അരവിന്ദനത് ആ ട്രൂപ്പിൽ തന്നെ അത് വ്യത്യാസം വരുത്തി. 6ാമത്തെ നാടകത്തിന് പൈസ കിട്ടി തുടങ്ങി. അതാണ് നാടകരംഗത്ത് മാള ചെയ്ത പരിഷ്കാരങ്ങളിലൊന്നാണെന്ന് വേണമെങ്കിൽ അത് പറയാം. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ ഇവിടെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഊണ് മേടിച്ച് ചിലപ്പോൾ 2 ആക്കാറുണ്ട്. അല്ലെങ്കിൽ സ്പെഷ്യലൊക്കെ മേടിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നതിനാണ് പിന്നീട് പങ്കാളി എന്നുള്ള വാക്ക് മലയാളത്തിൽ വന്നത് തന്നെ. അതെ, തമാശല്ല, ഞാൻ ചിരിച്ചിട്ടാ. ഞാൻ പങ്കാളി എന്ന് നമ്മൾ പറയും, അവൻ എന്റെ പങ്കാളിയാണെന്ന് പറയുന്നത് എപ്പോഴും ഈ പങ്കുവെപ്പ്. ഇപ്പൊ ഷർട്ടിന്റെ കാര്യം തൊട്ട് പറഞ്ഞപ്പം ഞാൻ ഷെയറിങ്, ഹാപ്പിനെസ് എല്ലാം നമ്മുടെ എല്ലാം ഷെയർ ചെയ്യുന്ന ആളുകളാണ്. അത് ഇന്ന് ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലാതെ പോയതും പങ്കാളിത്തമാണ്. ഇതിപ്പോ ഓരോ നാടകക്കാരനും ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു സാമ്രാജ്യം നടക്കുന്നത് ആ ഒരു സിൻസിയറിറ്റി ഇല്ല, ഇപ്പോൾ അടുപ്പില്ല. ഞാൻ ഇപ്പോഴും ആ രംഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് പറയുന്നത് ആർക്കൊരു ആത്മാർത്ഥയില്ല. അതുപോലെ ഇവിടെ
അവൻ ഒരു ക്യാരക്ടർ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ നമ്മളെ കൂടി ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്ന് അവൻ ശ്രമിക്കും. അല്ലാണ്ട് ഞാനൊരു പ്രമാണിയാണെന്ന് ബോധ്യപ്പെടുത്തണം എന്നുള്ളതല്ല. ആ സിദ്ധി ഞാൻ തിലകഞ്ചേട്ടനും കണ്ടിട്ടുണ്ട് കേട്ടോ. തിലകഞ്ചേട്ടനെ കൂടെ നിൽക്കുന്ന ആളുകളെ ഞാൻ 5-8 കൊല്ലം അദ്ദേഹത്തിനോട് അഭിനയിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ നമ്മൾ എങ്ങനെ, അദ്ദേഹം മാത്രമല്ല എങ്ങനെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഡയലോഗ് പറയാൻ പഠിച്ചതും സ്റ്റേജിൽ പെരുമാറാൻ പഠിച്ചതൊക്കെ. നാടകത്തിൽ നിന്ന് വന്ന ആളുകളിൽ ഒരുപാട് പേർക്ക് നാടകത്തോടുള്ള പ്രണയം പോകുന്നില്ല എന്നുള്ള ഒരു അത്ഭുതമുണ്ട്. തീർച്ചയായിട്ടും അതെ. ഒരുപാട് ആളുകൾ, ചിലർക്ക് ഇപ്പൊ നമ്മൾ സിനിമ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ മിമിക്രി ചെയ്ത ആളുകളിൽ നിന്ന് സിനിമ എത്തിയ ചിലരോട് പിന്നീട് മിമിക്രി ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട്, മടിയുണ്ട്, ചെയ്യുന്ന ആളുകളുണ്ട്, രണ്ടുമുണ്ട്. പക്ഷെ നാടകത്തിൽ എനിക്ക് അങ്ങനെ, ഇപ്പൊ മാളച്ചേട്ടൻ നേരത്തെ പറഞ്ഞ വിനയൻ സാറിന് നമ്മൾ ഓടിയേട്ടെ പറയുന്നത്, ഒന്നുമില്ലെങ്കിൽ ഞാൻ 4 സാരി വലിച്ചു കെട്ടി തെരുവ് നാടകം കളിക്കാൻ പോകുമെന്ന് പറയുന്ന ഒരു തൻ്റെ ഉണ്ടല്ലോ, ഒരു ആത്മധൈര്യം നാടകക്കാർക്ക് ഒരു തുള്ളിക്ക് കൂടുതൽ. അല്ല, പല ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴും അരവിന്ദനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സിനിമയില്ലെങ്കിൽ നാടകത്തിൽ പോകും, നാടകത്തിനില്ലെങ്കിൽ തബല വായിക്കാൻ പോകും, അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ തെരുവ് നാടകം കളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെന്തെങ്കിലും മടിയുള്ള ആളല്ലായിരുന്നു അദ്ദേഹം. കാരണം ജീവിതത്തെ പറ്റി ഒരു നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു വീക്ഷണം ഉണ്ടായിരുന്നു, അവന് നിലപാടുകളുണ്ടായിരുന്നു. അതൊക്കെയാണ് അരവിന്ദന്റെ പ്രത്യേകത. നാടകത്തെ പറ്റി നമ്മൾ ഇത്രയും പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയിട്ടുള്ള ഒരാൾ, ഒരുപാട് സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ബെന്നി പി നായരമ്പലം, എഴുത്തുകാരൻ, സംവിധായകൻ. അദ്ദേഹം നമ്മളോട് ഇപ്പം മാളച്ചേട്ടൻ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മാളച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് 1988-ലാണ്. 88 എൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന ചേർത്തലയുള്ള ക്യാമ്പിൽ അമ്മിണി ട്രാവൽസ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. രാജൻ പി ദേവാണ് സംവിധാനം. അപ്പോൾ രാജേട്ടൻ അന്ന് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലമാണ്. അപ്പോൾ ചേർത്തലയിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്നതിനോട് ബന്ധപ്പെട്ട് മാളച്ചേട്ടൻ ലൊക്കേഷനിലുണ്ടായിരുന്നു. അങ്ങനെ രാജേട്ടൻ്റെ റിഹേഴ്സൽ നടക്കുന്നു. ആ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് വന്ന് നാടകം കാണണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളി പ്രകടിപ്പിച്ചു. അങ്ങനെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് മാളച്ചേട്ടൻ വരികയാണ്. മാളച്ചേട്ടൻ്റെ കൂടെ അന്ന് ജഗതി ചേട്ടനുണ്ട്, പപ്പുവേട്ടനുണ്ട്, മാമുക്കോയുണ്ട്. അങ്ങനെ ഒരു സംഘമാണ് വരുന്നത്. അവർ വന്ന് എൻ്റെ നാടകം അമ്മിണി ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നാടകം കണ്ടു. നാടകം മുഴുനീളം കണ്ട് വളരെ ആസ്വദിച്ച്, നല്ല കോമഡി നാടകമായിരുന്നു. അപ്പോൾ അതിൽ ഹാസ്യരംഗങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് ചിരിക്കുകയൊക്കെ ആസ്വദിക്കുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ടൊരു നടിയെ വളരെയധികം പ്രശംസിച്ചു ഇവർ നാടകം കഴിഞ്ഞപ്പോൾ. പൗളി ചേച്ചി എന്ന് പറയുന്ന ചേച്ചി ആ നാടകത്തിലുണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഇപ്പോൾ വളരെ പ്രസിദ്ധയായ പൗളി എന്ന് പറയുന്ന സിനിമയിലുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ചേച്ചിനെ അന്ന് നാടകം കണ്ടപ്പോൾ മാളച്ചേട്ടനാണ് പറഞ്ഞത്, പൗളി അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് എത്തും, അതിനുള്ള ഒരു കഴിവ് പൗളിക്ക് ഉണ്ടെന്ന് മാളച്ചേട്ടൻ പറഞ്ഞത് അച്ചിട്ട പോലെ തന്നെ പിന്നീട് പൗളി ചേച്ചി സിനിമയിലേക്ക് എത്തുകയും ചെയ്തു. അല്ല, നാടകക്കാരൻ്റെ കോൺഫിഡൻസ് ഭയങ്കരമാണ്. അല്ലാതെ ഈ മാളച്ചേട്ടൻ സംസാരത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. മാളച്ചേട്ടൻ പറയുമായിരുന്നു, ഈ ഇച്ചിരി ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ഉള്ളിടത്ത് അഭിനയ ഈ സ്നേഹത്തിനും ആത്മാർത്ഥത്തിനും ഈ ചേർത്തുപിടിക്കലിനും ഒക്കെ ഒരു ബലം ഉണ്ടാകുന്നത്. അതാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റേത് ലക്ഷറി വരുമ്പം ആരും വേണ്ട. സത്യത്തില് നമ്മൾ ഈ കഷ്ടപ്പാട് വരുമ്പോഴാണല്ലോ പ്രാർത്ഥിക്കുക പോലും ഉള്ളൂ. എല്ലാം ഉണ്ടെങ്കിൽ ആര് പ്രാർത്ഥിക്കുന്നു? നല്ല കഷ്ടപ്പാടിലാണല്ലോ അതുപോലും പോകുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ശരിക്കും അതിനകത്തുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമുക്ക് ആ ഒരു ഭയങ്കര ബോണ്ടിങ് അല്ലെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ. എന്ന് വെച്ചാൽ നമ്മള് തിരിച്ച് ദാരിദ്ര്യത്തിലോട്ട് പോകാനല്ല, പുള്ളി പറഞ്ഞതിനകത്ത് വേറൊരു വലിയ തലമുണ്ട് അല്ലേ? അതെ അതെ. ആ കൊടുക്കുന്ന ഇപ്പൊ ഒരാൾ അത്ര കഷ്ടപ്പാടിൽ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ പറയുമ്പോൾ ഒരാളൊരു 50 രൂപ എടുത്തിടാ സാരമില്ലടാ നീ കൊണ്ടുപോയി വീട്ടിൽ അമ്മയ്ക്ക് മരുന്ന് മേടിക്കുന്ന പറഞ്ഞ് കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അല്ല, തീർച്ചയാണ്. അതായത് ഭയങ്കരമുണ്ട്. ഒരു കവിതയുണ്ടല്ലോ, ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞവനെ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് പറയും. ആ പരക്ലേശ ഒരുപാടുണ്ടായിരുന്ന ആളാണ് മാളാരവിന്ദൻ. ഞങ്ങളൊരു 4-5 കൊല്ലം സമസ്യ, രചന, അതുപോലെ സ്വരം, മനസ്സ് ഈ നാടകങ്ങളിലൊക്കെ നാടകശാല അഭിനയിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം SL പുരസാനന്ദന്റെ സൂര്യസോമയിലേക്ക് പോയി നിധി എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കുന്നത്. എല്ലാ ദാരിദ്ര്യം അനുഭവിച്ചവർക്കും അങ്ങനെ ഇല്ല കേട്ടോ, ചിലർക്കേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ദാരിദ്ര്യം അനുഭവിക്കാത്തവരാണ്.